മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫുഡ് ബോൺ ഡിസീസ് അഥവാ ഫുഡ് ബോൺ ഇൽനെസ്സിനെ കുറിച്ചാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. സോ എന്താണ് ഫുഡ് ബോൺ ഡിസീസ് അഥവാ ഫുഡ് ബോൺ ഇൽനെസ്? മെയിനായിട്ടും ഈ ഒരു ടേമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫുഡിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസിനെയാണ് നമ്മൾ മെയിനായിട്ടും ഫുഡ് ബോൺ ഡിസീസസ്, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന വഴിയൊക്കെ നമ്മുടെ ബോഡിയിൽ വരുന്ന ഡിസീസസ്, അതിനെയാണ് നമ്മൾ മെയിൻലി ഫുഡ് ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ഫുഡ് ബോൺ ഡിസീസ്. Foodborne diseases are those diseases that spread or caused through the food substance. ഫുഡ് സബ്സ്റ്റൻസിൽ കൂടി സ്പ്രെഡ് ആവുന്ന ഡിസീസസിനെയാണ് നമ്മൾ കോമൺലി ഫുഡ്ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. സോ ഫുഡ്ബോൺ ഡിസീസസ് ആർ ദോസ് ഡിസീസസ് സ്പ്രെഡ് ഓർ കോസ്ഡ് ത്രൂ ഫുഡ് സബ്സ്റ്റൻസ്. ഫുഡ് സബ്സ്റ്റൻസിൽ കൂടി സ്പ്രെഡ് ആകുന്നതായിട്ടുള്ള ഡിസീസസിനെയാണ് നമ്മൾ ഫുഡ്ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫുഡ്ബോൺ ഡിസീസിനെ നമ്മൾ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഫുഡ് പോയിസണിങ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫുഡ് ഇൻഫെക്ഷൻ. ഫുഡ് പോയിസണിങ് അഥവാ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് നമുക്ക് പറയാം. ഫുഡ് പോയിസണിങ് ഓർ ഫുഡ് ഇൻടോക്സിക്കേഷൻ. സോ ഫസ്റ്റ് നമ്മുടെ ഫുഡ് ബോൺ ഡിസീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫുഡ് പോയിസണിങ് ഓർ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്നും സെക്കൻഡ് വൺ ഫുഡ് ഇൻഫെക്ഷൻ എന്നും. മേജർ കോസസ് ഓഫ് ഫുഡ് ബോൺ ഡിസീസസ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. മെയിനായിട്ടും ഫുഡ് ബോൺ ഡിസീസസ് കോസ് ചെയ്യുന്നതിൻ്റെ കോസിറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. ഇവിടെ നമുക്കൊരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ബോൺ ഡിസീസസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന് ഫുഡ് പോയിസണിങ് എന്നും ഒന്ന് ഫുഡ് ഇൻഫെക്ഷൻ എന്നും. ഫുഡ് പോയിസണിങ്ങിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കെമിക്കൽ പോയിസണിങ് എന്നും കെമിക്കൽ പോയിസണിങ് ആൻഡ് ഇൻടോക്സിക്കേഷനാണ്. ആൻഡ് ഇൻഫെക്ഷനെ എൻഡറോടോക്സിജനിക് ഇൻഫെക്ഷൻ എന്നും ഇൻവേസീവ് ഇൻഫെക്ഷൻ എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഫുഡ് ബോൺ ഡിസീസിനെ മേജറായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത് ഫുഡ് ഇൻഫെക്ഷനും ഫുഡ് ഇൻടോക്സിക്കേഷൻ ഓർ ഫുഡ് പോയിസണിങ് ആണ്. സോ ഫുഡ് പോയിസണിങ്ങിനെ തന്നെ രണ്ടായിട്ട് വീണ്ടും സബ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കെമിക്കൽ പോയിസണിങ് അഥവാ ഇൻടോക്സിക്കേഷൻ. സോ ഇൻടോക്സിക്കേഷൻ തന്നെ വീണ്ടും പോയിസണസ് പ്ലാന്റ്സ് ടിഷ്യൂവിൽ നിന്ന്, അതേപോലെ ആനിമൽ ടിഷ്യൂസിൽ നിന്ന്, ദെൻ മൈക്രോബിയൽ ഇൻടോക്സിക്കേഷൻ എന്ന് 3 കാറ്റഗറീസ് വരുന്നുണ്ട്. സോ മൈക്രോബിയൽ ഇൻടോക്സിക്കേഷൻ മീൻസ് മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് മൂലം വരുന്ന, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി വരുന്ന കണ്ടീഷനാണ് മൈക്രോബിയൽ ഇൻടോക്സിക്കേഷൻ. സോ മൈക്രോബിയൽ ഇൻടോക്സിക്കേഷൻ തന്നെ ആൽഗൽ ടോക്സിൻസ് വഴി വരാം, മൈക്കോടോക്സിൻസ് അഥവാ ഫംഗൽസിൻ്റെ ടോക്സിൻസ് മൂലം വരാം, ദെൻ ബാക്ടീരിയൽ ടോക്സിൻസ് മൂലം വരാം. ബാക്ടീരിയൽ ടോക്സിൻസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. എൻഡറോടോക്സിൻസ് ഉണ്ട്, മെയിനായിട്ടും ഇൻഡസ്ട്രിയിലേക്ക് ആയിരിക്കും അത് പോയി അഫക്റ്റ് ചെയ്യുന്നത്. ദെൻ ന്യൂറോടോക്സിൻസ് ഉണ്ട്, മെയിനായിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ദെൻ ദി ടോക്സിൻസ് ദാറ്റ് ഇൻ്റർഫിയർ വിത്ത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസവുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻഫെക്ഷൻ ആണ് വരുന്നത്. ഇൻഫെക്ഷൻ മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. എൻഡറോടോക്സിജനിക് ഇൻഫെക്ഷനും ഉണ്ട്, ഇൻവേസീവ് ഇൻഫെക്ഷനും ഉണ്ട്. എൻഡറോടോക്സിജനിക് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേന് അത് ഒന്നെങ്കിൽ സ്പോറിലേഷൻ, അതായത് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിൻ്റെ സ്പോർസ് പ്രൊഡക്ഷൻ വഴിയോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് വഴിയോ ഒക്കെ സംഭവിക്കുന്നത്. ദെൻ ഇൻവേസീവ് മീൻസ് നമ്മുടെ ഇന്നർ ടിഷ്യൂസിനെയൊക്കെ പോയിട്ട് ഇൻവേഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണ് ഇൻവേസീവ്. അത് മെയിൻലി നമ്മുടെ സിസ്റ്റത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഇൻഫെക്ഷൻ ആയിരിക്കും വരുന്നത്. സോ ഇൻവേസീവിനകത്ത് ഒന്നെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് പോയി ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസെ ഇൻവേർഡ് ചെയ്തിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ സിസ്റ്റമിക്, നമ്മുടെ സിസ്റ്റത്തിനെയൊക്കെ ഇൻവേർഡ് ചെയ്തിട്ട് സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാം. ദെൻ അതർ ടിഷ്യൂസിനകത്ത് മസിൽസിനെയും ലിവറിനെയൊക്കെ ഇൻവേർഡ് ചെയ്തിട്ടും ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാം. ഇത്രയും ഡീപ്പായിട്ട് നോക്കിയില്ലെങ്കിലും ജസ്റ്റ് ഇത്രയും ഓർത്തിരിക്കുക. ഫുഡ് ബോൺ ഡിസീസസിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫുഡ് ബോൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡിൽ കൂടി, ഫുഡ് സബ്സ്റ്റൻസിൽ കൂടി സ്പ്രെഡ് ആവുന്ന ഡിസീസസിനെയാണ് നമ്മൾ മെയിൻലി ഫുഡ് ബോൺ ഡിസീസസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫുഡ് ബോൺ ഡിസീസ് ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് ഫുഡ് ഇൻഫെക്ഷൻ ആൻഡ് ഫുഡ് ഇൻടോക്സിക്കേഷൻ ഓർ ഫുഡ് പോയിസണിങ്. സോ ഫസ്റ്റ് വൺ, ദ ബാക്ടീരിയൽ ഫുഡ് ബോൺ ഡിസീസ്. ബാക്ടീരിയൽ ഫുഡ് ബോൺ ഡിസീസസിനെ കുറിച്ചാണ് ആദ്യത്തെ നമ്മൾ നോക്കാൻ പോകുന്നത്. ബാക്ടീരിയൽ ഫുഡ് ബോൺ ഡിസീസസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്പ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബാക്ടീരിയൽ ഫുഡ് ബോൺ ഡിസീസ് എന്ന് പറയുന്നത് ഫുഡ് സബ്സ്റ്റൻസിൽ കൂടി വരുന്ന ഡിസീസസിനെയാണ്
അതായത് ഫുഡ് സബ്സ്റ്റൻസിൽ കൂടി വരുന്ന ബാക്ടീരിയൽ ഡിസീസസിനെയാണ് ബാക്ടീരിയൽ ഫുഡ് ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. ആൻഡ് ബാക്ടീരിയൽ ഫുഡ് ബോൺ ഡിസീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദ ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്നും ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ എന്നും. സോ ഫസ്റ്റ് വൺ വരുന്നത് ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ ആണ്. ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് വെച്ചാൽ ദിസ് ആർ ദ ഫുഡ് ബോൺ ഇൽനെസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ബാക്ടീരിയൽ ടോക്സിൻസ് ഫോംഡ് ഇൻ ഫുഡ്. അതായത് ഫുഡിൽ ഉണ്ടായിരിക്കുന്ന ബാക്ടീരിയൽ ടോക്സിൻസ് മൂലം ഉണ്ടാവുന്ന ഇൽനെസ്സിനെയാണ് ബാക്ടീരിയൽ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. സോ ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫുഡ് ബോൺ ഇൽനെസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ബാക്ടീരിയൽ ടോക്സിൻസ് ഇൻ ദി ഫുഡ്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഓൾറെഡി ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടോക്സിൻസ് പ്രസൻറ്റ് ആണെങ്കിൽ ആ ടോക്സിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഫുഡ് ബോൺ ഡിസീസിനെയാണ് നമ്മൾ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. സിംപ്ലി പറയുകയാണെങ്കിൽ ബാക്ടീരിയൽ ടോക്സിൻസ് ഉള്ള ഫുഡ് കഴിക്കുന്ന വഴി വരുന്ന അസുഖം, അതിനെയാണ് നമ്മൾ ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ എന്നത്? ആൻഡ് ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എക്സാമ്പിൾ വരുന്നത് ബോട്ടിലിസം ഉണ്ട്. ബോട്ടിലിസം മെയിൻലി കോസ് ചെയ്യുന്ന ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ന്യൂറോടോക്സിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വഴിയാണ് ബോട്ടിലിസം എന്ന്. ദെൻ സ്റ്റഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷൻ. സ്റ്റഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റഫൈലോകോക്കസ് ഓറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോടോക്സിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വഴി വരുന്നതാണ് സ്റ്റഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ ആണ്. അപ്പം സെക്കൻഡ് ടൈപ്പ് വരുന്നത് ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ. ദിസ് ആർ ദ ഫുഡ് ബോൺ ഇൽനെസ് കോസ്ഡ് ബൈ ദ എൻട്രൻസ് ഓഫ് ബാക്ടീരിയ ഇൻ ടു ദ ബോഡി ത്രൂ ദ ഇൻജെക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് റിയാക്ഷൻ ഓഫ് ബോഡി ടു ദെയർ പ്രസൻസ് ഓർ ദെയർ മെറ്റബോളൈറ്റ്സ്. അപ്പം ഫുഡ് ബോൺ ഇൽനെസ്, the foodborne illness caused by the entrance of bacteria in food through injection of contaminated food and reaction of body to their presence or their metabolites. Bacterial food infection എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ മെയിൻലി വരുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ വരുന്നത്. ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ വരുന്നത് ബാക്ടീരിയയുടെ ടോക്സിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴിയാണ് ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ വരുന്നത്. ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ വരുന്നത് ബാക്ടീരിയ വന്നിട്ട് കണ്ടാമിനേറ്റ് ചെയ്യുന്നല്ലോ ഫുഡിനെ. അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി വരുന്ന ഫുഡ് ബോൺ ഇൽനെസ്സിനെയാണ് നമ്മൾ ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. കണ്ടാമിനേറ്റഡ് ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി വരുന്ന ഇൻഫെക്ഷൻ. സോ കണ്ടാമിനേറ്റഡ് ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു ഫുഡിനെ കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്ന ആരായിരിക്കും? മൈക്രോബ്സ് ആയിരിക്കും. ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്നത് എന്തായാലും ബാക്ടീരിയ ആയിരിക്കും. സോ ഫുഡിൽ ബാക്ടീരിയ വന്നിട്ട് കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ കണ്ടാമിനേറ്റ് ആവുന്ന ഒരു ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻസ് വരും. സോ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിൽ ആര് കാണും? ബാക്ടീരിയ പ്രസൻ്റ് ആയിരിക്കും. ഈ ബാക്ടീരിയ ഈ ഫുഡിൽ കൂടി നമ്മുടെ ബോഡിയിൽ ഹ്യൂമൻസിൻ്റെ ബോഡിയിൽ എത്തിയിട്ട് ഹ്യൂമൻസിൻ്റെ ബോഡി ഈ ബാക്ടീരിയയുടെ പ്രസൻസിനോടോ അല്ലെങ്കിൽ ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എത്തിയിട്ട് അവിടെ റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ട് മെറ്റബോളൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ബാക്ടീരിയയുടെ പ്രസൻസിനോടോ അല്ലെങ്കിൽ ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റബോളൈറ്റ്സിൻ്റെ പ്രസൻസിനോടോ റിയാക്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫുഡ് ബോൺ ഇൽനെസ്സിനെയാണ് നമ്മൾ ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ ആ രണ്ട് ടേമും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. ഒന്നുകൂടി പറയാം. ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയ ടോക്സിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി വരുന്നതിനെയാണ് ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻടോക്സിക്കേഷൻ അതായത് ടോക്സിൻസ് വഴി, ടോക്സിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് വഴി. അപ്പോൾ അവിടെ ഒരു ലൈവായിട്ടുള്ള ബാക്ടീരിയ വേണമെന്നില്ല. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ലൈവായിട്ടൊരു ബാക്ടീരിയ വേണമെന്നില്ല. ജസ്റ്റ് അതിൻ്റെ ടോക്സിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്താൽ മതി നമുക്ക് ആ ഒരു ഫുഡ് ഇൻടോക്സിക്കേഷൻ വരാൻ. എക്സാമ്പിൾ നമ്മൾ പറയുന്ന ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം കോസ് ചെയ്യുന്ന ബോട്ടിലിസവും സ്റ്റഫൈലോകോക്കസ് ഓറിയസ് കോസ് ചെയ്യുന്ന സ്റ്റഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷനുമാണ്. രണ്ടാമത്തെ ടേം നമ്മൾ പറഞ്ഞത് ഫുഡ് ഇൻഫെക്ഷനെ കുറിച്ചാണ്. എന്താണ് ഫുഡ് ഇൻഫെക്ഷൻ? ഫുഡ് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വഴി ഈ കണ്ടാമിനേറ്റഡ് ഫുഡിൽ കൂടി കണ്ടാമിനേഷൻ്റെ പോസിറ്റീവ് ഏജൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എൻട്രി ചെയ്യുന്നുണ്ട്. സോ ഈ ബാക്ടീരിയയുടെ പ്രസൻസിനോടോ അല്ലെങ്കിൽ ബാക്ടീരിയ ബോഡിയിൽ എൻട്രി ചെയ്തിട്ട് അവിടെ ഉണ്ടാക്കുന്ന റിയാക്ഷൻസിൻ്റെ റിസൾട്ടായിട്ട് ഫോം ചെയ്യുന്ന മെറ്റബോളൈറ്റ്സിൻ്റെ പ്രസൻസിനോടോ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്തിട്ട് ഇൽനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇൽനെസ്സിനെയാണ് നമ്മൾ ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ മെയിൻലി രണ്ട് ടൈപ്പായിട്ട് വരുന്നുണ്ട്. ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻസ് ആർ ഓഫ് 2 ടൈപ്സ്. ഏതൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ്, ഇൻഫെക്ഷൻ ഇൻ വിച്ച് ഫുഡ് ആക്ട് ആസ് എ കരിയേഴ്സ്, അതായത് ചില ഫുഡ് ഐറ്റംസ് കരിയർ ആയിട്ട് മാത്രമേ ആക്ട് ചെയ്തുള്ളൂ. ആ ഫുഡ് ഐറ്റംസിൽ ഓർഗാനിസംസിന് ഗ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, ജസ്റ്റ് അതിൽ സർവൈവ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ഇൻഫെക്ഷനെ കരിയർ ആയിട്ട് മാത്രം ആക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട്. അപ്പം അതിനകത്ത് മെയിനായിട്ടും ഈ ഒരു ഫുഡ് ഐറ്റംസ് ക്യാരി ചെയ്യുന്ന ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ TB, ട്യൂബർക്ലോസിസിൻ്റെ കോസിറ്റീവ് ഏജൻ്റ് ആയിട്ടുള്ള മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, ഡിപ്തീരിയയുടെ കോസിറ്റീവ് ഏജൻ്റ് ആയിട്ടുള്ള കോർണിബാക്ടീരിയം ഡിപ്തീരിയെ, ദെൻ ടൈഫോയിഡിൻ്റെ കോസിറ്റീവ് ഏജൻ്റ് ആയിട്ടുള്ള സാൽമോണല്ല ടൈഫി പാരാടൈഫി, കോളറയുടെ വിബ്രിയോ കോളറെ ആൻഡ് ക്യൂ ഫീവറിൻ്റെ കോക്സിയല ബർണേറ്റി. അപ്പോൾ ഈ ഓർഗാനിസംസ് ഒക്കെ ഫുഡിനെ അതിൻ്റെ കരിയർ ആയിട്ട് മാത്രമാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. സോ ഈ പറഞ്ഞിരിക്കുന്ന ഈ ലിസ്റ്റ് ഓഫ് ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസ് ഒക്കെ തന്നെ ഫുഡിനെ അതിൻ്റെ കരിയർ ആയിട്ട് മാത്രമേ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത, ഇൻഫെക്ഷൻ ഇൻ വിച്ച് ഫുഡ് ആക്ട് ആസ് എ കൾച്ചർ മീഡിയം. എന്നാൽ ചില ഓർഗാനിസംസ് ഫുഡിനെ അതിൻ്റെ കൾച്ചറൽ മീഡിയമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതായത് അതിനെ ഗ്രോ ചെയ്യാൻ വേണ്ടുന്ന ന്യൂട്രീഷ്യൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു മീഡിയമായിട്ട് ഈ ഫുഡിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഓർഗാനിസംസ് കോസ് ചെയ്യുന്ന ഡിസീസസ് ആണ് സാൽമോണല്ലോസിസ്. മെയിൻലി സാൽമോണല്ലോസിസ് കോസ് ചെയ്യുന്ന സാൽമോണല്ലയാണ്. ദെൻ EPEC, എൻട്രോപതോജനിക് ഈക്കോളൈ, ദെൻ അത് മെയിൻലി ഡയറി ഒക്കെ കോസ് ചെയ്യുന്നതാണ്. ദെൻ വിബ്രിയോ പാരാഹീമോലിറ്റിക്കസ്, വിബ്രിയോ പാരാഹീമോലിറ്റിക്കസ്. സോ വിബ്രിയോ പാരാഹീമോലിറ്റിക്കസ്, എൻട്രോപതോജനിക് ഈക്കോളൈ, സാൽമോണല്ല, ഈ ഓർഗാനിസംസ് ഒക്കെ ഫുഡിനെ ഒരു കൾച്ചർ മീഡിയമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യും. എന്നാൽ TB പോസിറ്റീവ് ഏജൻറ്റ്, ഡിപ്തീരിയയുടെ പോസിറ്റീവ് ഏജൻറ്റ്, ടൈഫോയിഡ്, കോളറ, ക്യൂ ഫീവർ, ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് ഏജൻറ്റ്സ് ഫുഡിനെ ഒരു കരിയർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ജസ്റ്റ് അതിന് സർവൈവ് ചെയ്യാനായിട്ട് വേണ്ടി മാത്രമേ അത് ഫുഡിനെ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ ഫുഡ് ബോൺ ഡിസീസസ് മെയിൻലി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിൻ്റെ ഒരു ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻടോക്സിക്കേഷൻ. ഇൻടോക്സിക്കേഷൻ മീൻസ് ആ ടേമിൽ തന്നെയുണ്ട് ടോക്സിൻസ് മൂലം വരുന്നത്. ബാക്ടീരിയൽ ടോക്സിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി വരുന്നതാണ് ഇൻടോക്സിക്കേഷൻ. ഇൻടോക്സിക്കേഷൻ എക്സാമ്പിൾ സ്റ്റഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷൻ ഉണ്ട്. സ്റ്റഫൈലോകോക്കൽ എൻട്രോടോക്സിക്കോസിസ്. ആൻഡ് എൻട്രോടോക്സിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. അതായത് സ്റ്റാഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻട്രോടോക്സിൻ റിസൾട്ടായിട്ട് വരുന്ന അല്ലെങ്കിൽ സ്റ്റാഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻട്രോടോക്സിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി വരുന്ന കണ്ടീഷനാണ് സ്റ്റഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ബോട്ടിലിസം ആണ്. ബോട്ടിലിസം എന്ന് പറയുമ്പോൾ എ ന്യൂറോടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന് പറയുന്നത് എനറോബിക് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ, ഒരു ന്യൂറോടോക്സിൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം കൺസ്യൂം ചെയ്യുന്ന വഴി നമുക്ക് വരുന്ന കണ്ടീഷനാണ് എന്ത്, ബോട്ടിലിസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മൾ പറയുന്നത് കാറ്റഗറി ഫുഡ് ഇൻഫെക്ഷൻ ആണ്. ഫുഡ് ഇൻഫെക്ഷൻ മെയിൻലി വരുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വഴി കണ്ടാമിനേറ്റഡ് ഫുഡിൽ കൂടി ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എത്തുന്നു. എന്നിട്ട് ബോഡിയിൽ റിയാക്ഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്തിട്ട് മെറ്റബോളൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ മെറ്റബോളൈറ്റിനോടോ അല്ലെങ്കിൽ ബാക്ടീരിയയോടോ ഉള്ള ബോഡിയുടെ റിയാക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൽനെസ്സിനെയാണ് നമ്മൾ ബാക്ടീരിയൽ ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് പറയുന്നത് സാൽമോണല്ലോസിസ് ആണ്. സാൽമോണല്ലോസിസ് മെയിൻലി കോസ് ചെയ്യുന്ന എൻട്രോടോക്സിൻസ് ആൻഡ് സൈറ്റോടോക്സിൻ ഓഫ് സാൽമോണല്ല സ്പീഷീസ് ആയിരിക്കും. Then Clostridium perfringens illness, an enterotoxin released during sporulation of Clostridium perfringens type A in intestinal tract. So intestinal tractil വെച്ചിട്ട് Clostridium perfringens type Aക്ക് sporulation നടക്കുന്നുണ്ട്. ഈ sporulation നടന്നിട്ട് അതൊരു എൻട്രോടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ആയിട്ടാണ് ഈ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് അല്ലെങ്കിൽ Clostridium perfringens മൂലമുണ്ടാകുന്ന ഇൽനെസ് വരുന്നത്. Then Bacillus cereus gastroenteritis is an exoenterotoxin released during lysis of Bacillus cereus in the intestinal tract. അടുത്തത് പറഞ്ഞിട്ടുള്ളത് ബാസിലസ് സെറിയസ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ആണ്. ഇത് ബാസിലസ് സെറിയസ് എന്ന് പറയുന്ന ഓർഗാനിസംസിന് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ലൈസിസ് നടക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ്റെ റിസൾട്ടായിട്ടായിരിക്കും ഈ ഒരു ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് പ്രൊഡ്യൂസ് ആവുന്നത്. ദെൻ എൻട്രോപതോജനിക് എസ്ചെറിഷ്യ കൊളൈ ഇൻഫെക്ഷൻ, അതായത് EPEC ഇൻഫെക്ഷൻ നമ്മൾ ഷോർട്ടായിട്ട് പറയും. സെവറൽ സെറോടൈപ്പ് ഓഫ് ഈക്കോളൈ, സം ഇൻവേസീവ് ആൻഡ് സം എൻട്രോടോക്സിജനിക്. അപ്പം ഈക്കോളൈക്ക് തന്നെ എബൌട്ട് ഒരു 5 ടൈപ്പ് നമ്മൾ ഈക്കോളയെ കുറിച്ച് ഡീറ്റെയിലി പഠിക്കുമ്പോൾ പറയുന്നുണ്ട്. അതിൽ ചിലതെന്ന് പറയുന്നത് ഇൻവേസീവ് ആയിരിക്കും, ചിലത് എൻട്രോടോക്സിജനിക് ആയിരിക്കും എന്നാണ് പറഞ്ഞത്.
ദെൻ അതേഴ്സ്, അതായത് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന മറ്റു ബാക്ടീരിയാസ് എന്ന് പറഞ്ഞാൽ എർസിനോസിസ്, എർസീനിയാണ് കോസ് ചെയ്യുന്നത്. എർസീനിയ എൻട്രോകൊളൈറ്റിക്ക എന്ന് പറയുന്ന സ്പീഷീസ് ആണ് മെയിൻലി കോസ് ചെയ്യുന്നത്. ദെൻ ഷിഗല്ലോസിസ് ഉണ്ട്. ഷിഗല്ലോസിസ് മെയിൻലി കോസ് ചെയ്യുന്നത് ഷിഗല്ലയാണ്. ദെൻ വിബ്രിയോ പാരാ ഹീമോലിറ്റിക്കസ്, ഇത് ഇത്രയാണ് മെയിൻ ആയിട്ടും അതർ ഇൻഫെക്ഷൻസ്, അതായത് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന മറ്റ് ഓർഗാനിസംസ്. സോ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഫുഡ് ബോൺ ഡിസീസ് എന്ന് പറയുന്നുണ്ട് ഫുഡിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസിനെയാണ് നമ്മൾ ഫുഡ് ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. ആൻഡ് ഫുഡ് ബോൺ ഡിസീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഇൻടോക്സിക്കേഷൻ, ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ, എക്സാമ്പിൾ ബോട്ടിലിസോം, സ്റ്റഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷൻ. ആൻഡ് രണ്ടാമത് ഫുഡ് ഇൻഫെക്ഷൻ പറഞ്ഞു. ഫുഡ് ഇൻഫെക്ഷൻ എക്സാമ്പിൾ സാൽമോണെല്ലോസിസ്, ക്ലോസ്ട്രിഡിയം പെർഫറൻജസ് ഇൽനസ്, ദെൻ ബാസിലസ് സെറിയസ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, എൻട്രോപതോജനിക് ഈക്കോളൈ ഇൻഫെക്ഷൻ, ദെൻ എർസിനോസിസ്, ഷിഗല്ലോസിസ് ആൻഡ് വിബ്രിയോ പാരാ ഹീമോലിറ്റിക്കസ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ. ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്താണ്, ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ്റെ എക്സാമ്പിൾസ് എന്താണ്, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ നമ്മൾ കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ലേ. എന്താണ് ബാക്ടീരിയൽ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ? അതായത് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടോക്സിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി വരുന്ന ഡിസീസസിനെയാണ് നമ്മൾ ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ബോട്ടിലിസം ആണ്. സോ നമുക്ക് അടുത്തതായിട്ട് ബോട്ടിലിസത്തെ കുറിച്ച് നോക്കാം. ബോട്ടിലിസം മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്നത് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനമാണ്. സോ ദ കോസറ്റീവ് ഏജന്റ് ഓഫ് ബോട്ടിലിസം എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. Botulism is caused by the injection of food containing neurotoxin produced by Clostridium botulinum. So, Clostridium botulinum produce ചെയ്യുന്ന ന്യൂറോടോക്സിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ഡിസീസാണ് ബോട്ടിലിസം എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ കണ്ടോ, ഇതാണ് ബോട്ടിലിസത്തിൻ്റെ ഫിഗർ. ഇതിൻ്റെ ഒരു എൻഡ് വരുമ്പോഴത്തേന് ഒരു ബൾജിങ് കണ്ടോ, അതായത് ബൾജിങ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്പോർസ് ഉണ്ട്. ആ സ്പോർസ് കാരണമാണ് അത് ബൾജ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള സ്പോർസ് എന്ന് പറയുന്നത് സബ് ടെർമിനൽ ആയിട്ടുള്ള സ്പോർസ് ആയിരിക്കും ഇതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള. എന്ത് സ്പോറാണ്? സബ് ടെർമിനൽ. ഈ ക്ലോസ്ട്രീഡിയത്തിന് തന്നെ പല സ്പീഷീസ് ഉണ്ട്. ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം, ക്ലോസ്ട്രീഡിയം പെർഫറൻജസ്, ഇങ്ങനെ പല സ്പീഷീസ് വരുന്നുണ്ട്. ഈ സ്പീഷീസിനെയൊക്കെ നമ്മൾ മെയിൻലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ സ്പോർസിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ വെച്ചിട്ടാണ്. ക്ലോസ്ട്രീഡിയം ബോട്ടിലിനത്തിൻ്റെ കേസിൽ സ്പോർസ് കാണപ്പെടുന്നത് സബ് ടെർമിനൽ സ്പോർസ് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ബോട്ടിലിസം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ന്യൂറോടോക്സിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി വരുന്ന ഇൽനെസ് ആണ് ബോട്ടിലിസം എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ കോസിറ്റീവ് ഓർഗാനിസംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് നോക്കാം. ദ കോസിറ്റീവ് ഓർഗാനിസം ഈസ് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം ഈസ് എ റോഡ് ഷേപ്ഡ് സോയിൽ ബാക്ടീരിയ. ഒരു സാപ്രോഫൈറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. സോയിലിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയ ആണ്. റോഡ് ഷേപ്ഡ് ആയിട്ടുള്ളൊരു ബാക്ടീരിയ, അതായത് ഒരു ബാസിലയാണ്. ദെൻ സാപ്രോഫൈറ്റ് ആണ്, അതുകൊണ്ടാണ് സോയിലാണ് അത് കാണപ്പെടുന്നതെന്ന് പറഞ്ഞത്. ദെൻ എനറോബിക് ആൻഡ് ഗ്യാസ് ഫോമിംഗ് ആണ്, അതായത് എനറോബിക് കണ്ടീഷൻ ഓക്സിജൻ്റെ ആബ്സെൻസിൽ ഗ്രോ ചെയ്യുന്ന ഓർഗാനിസം ആണ് ഈ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന് പറയുന്നത്. ആൻഡ് ദി ക്യാൻ ഫോം ഗ്യാസസ്. ദെൻ ഇത് സ്പോർ ഫോമേഴ്സ് ആണ്, സ്പോർ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. നമ്മൾ പറഞ്ഞു സബ് ടെർമിനൽ സ്പോർസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തതെന്നും പറഞ്ഞു. Then it also produces neurotoxins. ഇതെന്താ? ന്യൂറോടോക്സിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂറോടോക്സിൻ എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് ആ ഒരു വേർഡിൽ നിന്ന് മനസ്സിലാവും നമ്മുടെ ന്യൂറോൺ റിലേറ്റഡ് ആണ്. സോ ഈ ഒരു ടോക്സിൻ മെയിൻലി പോയിട്ട് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ആയിരിക്കും. 7 types are distinguished on the basis of serological specificity of their toxins. So toxins in the serological specificity basis ടോക്സിൻസിനെ ബേസ് ചെയ്തിട്ട് ഇതിന് 7 ടൈപ്പ് ഉണ്ട്. ക്ലോസ്ട്രീഡിയം ബോട്ടിലിന് തന്നെ 7 ടൈപ്പ് ഉണ്ട് ബേസ്ഡ് ഓൺ ദി സെറോളജിക്കൽ സ്പെസിഫിസിറ്റി ഓഫ് ടോക്സിൻസ്. സോ ഫസ്റ്റ് വൺ ടൈപ്പ് എ ആണ് വരുന്നത്. ടൈപ്പ് എ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഹ്യൂമൻ ബോട്ടിലിസം ആണ് കോസ് ചെയ്യുന്നത്. ആൻഡ് ടൈപ്പ് ബിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ ടോക്സിക്കും ആണ്. ആൻഡ് ഇത് പ്രോട്ടിയോലിറ്റിക് നേച്ചർ ആണ്. പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കപ്പാസിറ്റിയും ഇതിനുണ്ട്.
രണ്ടാമത്തേത് ടൈപ്പ് ബി ആണ് വരുന്നത്. ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ ലെസ് ടോക്സിക് ടു ഹ്യൂമൻ ഫൗണ്ട് ഇൻ സോയിൽസ്. ഹ്യൂമൻസിന് അധികം ടോക്സിക് എഫക്റ്റ് കാണിക്കുന്നില്ല, ആൻഡ് ഇത് കാണപ്പെടുന്നത് സോയിലായിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് ടൈപ്പ് സി ഉണ്ട്. ടൈപ്പ് സി എന്ന് പറയുന്നത് ബോട്ടിലിസം ഇൻ ഫൗൾസ്, കാറ്റിൽസ്, അങ്ങനെ ആനിമൽസിലൊക്കെ ഇത് കോസ് ചെയ്യുന്ന ബോട്ടിലിസം കോസ് ചെയ്യുന്ന സ്ട്രെയിൻ ആണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. ടൈപ്പ് ഡി എന്ന് പറഞ്ഞാലും കാറ്റിൽസിലായിരിക്കും. സോ ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ഡി എന്ന് പറയുന്നത് മെയിൻലി കാറ്റിൽസിലായിരിക്കും കോസ് ചെയ്യുന്നത്. ദെൻ ടൈപ്പ് ഇ, toxic for humans, has been obtained chiefly from fish and fish products. So എയും ഡി എന്നൊക്കെ പറയുന്നത് മെയിനായിട്ടും ഹ്യൂമൻ ബോട്ടിലിസം ആണ് കോസ് ചെയ്യുന്നത്, എയും ഇയും. അതിനകത്ത് എ എന്ന് പറയുന്നത് പ്രോട്ടിയോലിറ്റിക് ആണ്, എന്നാൽ ഇ എന്ന് പറയുന്നത് നോൺ പ്രോട്ടിയോലിറ്റിക് ആണ്. അതായത് ടൈപ്പ് എയും ടൈപ്പ് ഇയും ഹ്യൂമൻ ബോട്ടിലിസം കോസ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് എ പ്രോട്ടിയോലിറ്റിക് ആയിട്ടുള്ള സ്ട്രെയിൻ ആണ്, ടൈപ്പ് ഇ എന്ന് പറയുന്നത് നോൺ പ്രോട്ടിയോലിറ്റിക് ആയിട്ടുള്ള സ്ട്രെയിൻ ആണ്. സോ ടൈപ്പ് എ ഹ്യൂമൻ ബോട്ടിലിസം കോസ് ചെയ്യുന്നത് മെയിൻലി ഫിഷ് ആൻഡ് ഫിഷ് പ്രൊഡക്ട്സ് കൺസ്യൂം ചെയ്യുന്ന വഴിയാണ്. അതായത് ഈ ഓർഗാനിസംസ് പോയിട്ട് ഫിഷിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ആൻഡ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫിഷ് കൺസ്യൂം ചെയ്യുന്ന വഴിയാണ് ടൈപ്പ് ഇ മൂലമുള്ള ബോട്ടിലിസം ഉണ്ടാകുന്നത്. ദെൻ ടൈപ്പ് എഫ് എന്ന് പറയുന്നത് ഹ്യൂമൻസിനൊന്നും അത്ര ടോക്സിക് ആയിട്ടുള്ള ഒരു സ്ട്രെയിൻ ആയിട്ടല്ല പറയുന്നത് ടൈപ്പ് എഫ് എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് ടൈപ്പ് ജി വരുന്നുണ്ട്. ടൈപ്പ് എഫ് എന്ന് പറയുന്നത് ഹ്യൂമൻസിലെ ടോക്സിസിറ്റി കോസ് ചെയ്യും, എന്നാൽ ടൈപ്പ് ജി എന്ന് പറയുന്നത് ഹ്യൂമൻസിൽ ടോക്സിസിറ്റി കോസ് ചെയ്യത്തില്ല. സോ ഇവിടെ ടൈപ്പ് ജി നമുക്ക് വരുന്നുണ്ട്. നോട്ട് കോസ് ഹ്യൂമൻ ബോട്ടിലിസം. സോ സെറോളജിക്കൽ സ്പെസിഫിസിറ്റിയുടെ ബേസിസിൽ, അതായത് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനത്തിലെ ടോക്സിൻസിൻ്റെ സെറോളജിക്കൽ സ്പെസിഫിസിറ്റിയുടെ ബേസിസിൽ നമുക്ക് 7 ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് എ എന്ന് പറയുന്നത് ഹ്യൂമൻ ബോട്ടിലിസം കോസ് ചെയ്യുന്നതാണ്. ബിയെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ടോക്സിക് ആണ്, ആൻഡ് അത് പ്രോട്ടിയോലിറ്റിക് നേച്ചർ ആണുള്ളത്. ടൈപ്പ് ബി എന്ന് പറയുന്നത് ഹ്യൂമൻസിൽ അത്ര ടോക്സിക് എഫക്റ്റ് കോസ് ചെയ്യുന്നില്ല, സോയിൽസിലൊക്കെയാണ് അത് മെയിൻലി കാണപ്പെടുന്നത്. ദെൻ ടൈപ്പ് സിയും ടൈപ്പ് ഡി എന്ന് പറയുന്നത് കാറ്റൽസിലൊക്കെയാണ് ബോട്ടിലിസം കോസ് ചെയ്യുന്നത്. ദെൻ ടൈപ്പ് ഇ എന്ന് പറയുന്നത് ബോട്ടിലിസം ഹ്യൂമൻസിൽ ബോട്ടിലിസം കോസ് ചെയ്യുന്നുണ്ട്, അത് പക്ഷേ നോൺ പ്രോട്ടിയോലിറ്റിക് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെയിനായിട്ട് ഫിഷ് ആൻഡ് ഫിഷ് പ്രൊഡക്ട്സിൽ നിന്നാണ് ടൈപ്പ് ഇ മൂലമുള്ള ബോട്ടിലിസം വരുന്നത്. ദെൻ ടൈപ്പ് എഫ് എന്ന് പറയുന്നത് ഹ്യൂമൻസിനെ ഹാർംഫുൾ എഫക്റ്റ് കോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി ടൈപ്പ് ജി ആണ് വരുന്നത്. ടൈപ്പ് ജി എന്ന് പറയുന്നത് ഹ്യൂമൻ ബോട്ടിലിസം കോസ് ചെയ്യാത്ത സ്ട്രെയിൻ ആണ്. ഇത്രയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ടോക്സിൻ ബേസ്ഡ് ആയിട്ട്. ദെൻ നെക്സ്റ്റ് ക്ലോസ്ട്രീഡിയം ബോട്ടിലിസത്തിൻ്റെ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് അത് ഏത് ടൈപ്പ് ഫുഡിലാണ് ഗ്രോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. കോമ്പസിഷൻ ഓഫ് ഫുഡ്. ഗ്ലൂക്കോസ് ഓർ മാൾട്ടോസ് ഈസ് എസെൻഷ്യൽ ഫോർ ടോക്സിൻ പ്രൊഡക്ഷൻ. അതായത് കാർബൺ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ഗ്ലൂക്കോസും മാൾട്ടോസും ടോക്സിൻ പ്രൊഡക്ഷന് അത്യാവശ്യമാണ്. ന്യൂറോടോക്സിൻ്റെ പ്രൊഡക്ഷന് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ മാൾട്ടോസ് വേണം. പിന്നെ മീറ്റ്, ഫിഷ്, ലോ ഓർ മീഡിയം ആസിഡ് ഫുഡ് സപ്പോർട്ട് ദ ടോക്സിൻ പ്രൊഡക്ഷൻ. അതേപോലെ തന്നെ മീറ്റ്, ഫിഷ്, ലോ ഓർ മീഡിയം ആസിഡ് ഫുഡും ടോക്സിൻ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയം വിത്ത് മിൽക്ക്, കസീന്, കോൺസ്റ്റേപ്പ് ലിക്വർ ഈൽഡ് മോർ പൊട്ടൻറ്റ് ടൈപ്പ് എ ടോക്സിൻസ്. ഇനി മിൽക്കും കസൈൻ അല്ലെങ്കിൽ കോൺസ്റ്റേപ്പ് ലിക്വർ ഒക്കെ ഉള്ള ഒരു മീഡിയം ആണെങ്കിൽ അത് കൂടുതലായിട്ടും ടൈപ്പ് എ ടോക്സിൻസ് തന്നെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. NaCl in sufficient amount can prevent the growth and toxin production depending on composition of food and temperature. 8% or more salt is required to inhibit the organisms under favorable conditions. Then NaCl, അതായത് about 8% NaCl ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെയും അതേപോലെ തന്നെ സ്പോർ പ്രൊഡക്ഷനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കോമ്പസിഷൻ ഓഫ് ഫുഡ് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഇത് ലോ ആസിഡ് ഫുഡ്, മീഡിയം ആസിഡ് ഫുഡ്, അതിനകത്തൊക്കെ സ്പോർ പ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതേപോലെ കസൈനും മിൽക്കും ഒക്കെ ഉള്ളൊരു മീഡിയത്തിലാണെങ്കിൽ കൂടുതലായിട്ടും ടൈപ്പ് എ ടോക്സിൻസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്ലൂക്കോസും മാൾട്ടോസും ടോക്സിൻ പ്രൊഡക്ഷനെ ഫേവർ ചെയ്യുന്നുണ്ട്. ദെൻ മീറ്റ്, ഫിഷ്, ലോ ആസിഡ്, മീഡിയം ആസിഡ് ഫുഡ് ഓൾസോ ഫേവേഴ്സ് എ ടോക്സിൻ പ്രൊഡക്ഷൻ. പക്ഷേ
8% അതിൽ കൂടുതൽ സോൾട്ട് അഥവാ NaCl ഉള്ള ഒരു മീഡിയം ആണെങ്കിൽ അത് ഓർഗാനിസംസിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഓർഗാനിസംസിന്റെ ഗ്രോത്തിനെയും അതേപോലെ തന്നെ ടോക്സിൻ പ്രൊഡക്ഷനെയും അത് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മീഡിയത്തിൽ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ എബോവ് 8% ആണെങ്കിൽ ആ ഓർഗാനിസംസ് അവിടെ വീണ്ടും ഗ്രോ ചെയ്യത്തുമില്ല. അതേപോലെ അതിന്റെ ടോക്സിൻ പ്രൊഡക്ഷനെയും അത് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. Then next pH ആണ് പറയുന്നത്. ന്യൂട്രൽ pH favors the growth of Clostridium botulinum. Clostridium botulinumത്തിന്റെ ഗ്രോത്തിനെ നോർമലി പ്രിഫർ ചെയ്യുന്ന pH ന്യൂട്രൽ pH, അതായത് pH എന്ന് പറയുന്നത് 7 ആയിരിക്കണം. ഈ ഒരു 7 അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലൊക്കെ മാക്സിമം ആയിട്ട് ഗ്രോത്ത് Clostridium botulinum കാണിക്കുന്നു. സോ നമ്മുടെ ഫുഡിന്റെ pH എന്ന് പറയുന്നത് നോർമൽ ഒരു 7 ആണെങ്കിൽ മാക്സിമം ഗ്രോത്ത് ആയിരിക്കും. നോർമലി ബാക്ടീരിയ ഒക്കെ ഗ്രോ ചെയ്യുന്നത് എന്താ ഈ ഒരു ന്യൂട്രൽ pH തന്നെ ആയിരിക്കും. ഇനി pH of 4.5 or lower prevent toxin production. pH ഒരു 4.5 താഴെയോ ആണെങ്കിൽ, അതായത് acidic food ഐറ്റംസിലാണെങ്കിൽ ടോക്സിൻ പ്രൊഡക്ഷൻസ് നടക്കത്തില്ല. അതേപോലെ തന്നെ 4.8 to 5 ആണെങ്കിൽ ചെറുതായിട്ട് മിനിമൽ pH ആണത്, അതായത് കുറച്ച് pH ആണ് വരുന്നതെങ്കിൽ അവിടെ ജസ്റ്റ് വെജിറ്റേറ്റീവ് ഗ്രോത്ത് നടക്കുന്നുണ്ട്. Then pH 8.8 to 9 ആണെങ്കിൽ മാക്സിമൽ pH ഫോർ വെജിറ്റേറ്റീവ് ഗ്രോത്ത്, അതായത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മാക്സിമം pH എന്ന് പറയുന്നത് 8.8 to 9 ആയിരിക്കും. മിനിമം pH ഫോർ ഗ്രോത്ത് എന്ന് പറയുന്നത് 4.8 to 5 ആയിരിക്കും. നോർമലി അത് ഗ്രോ കാണിക്കുന്നത് അല്ലെങ്കിൽ ടോക്സിൻ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ന്യൂട്രൽ pHലായിരിക്കും. അസിഡിക് pH അതായത് ഒരു 4.5 താഴോട്ടാണെങ്കിൽ, അതായത് അസിഡിക് pH ഒക്കെ വരുമ്പോഴത്തേന് അവിടെ ടോക്സിൻ പ്രൊഡക്ഷൻ നടക്കത്തില്ല. മിനിമൽ pH ഫോർ ഗ്രോത്ത് എന്ന് പറയുന്നത് 4.5 to 5 ആയിരിക്കും. 8.8 to 9 ആണ് മാക്സിമൽ pH ഫോർ ഗ്രോത്ത്, വെജിറ്റേറ്റീവ് ഗ്രോത്ത്. Then next temperature. Vegetative growth will take place at a lower temperature. Vegetative growth എന്ന് പറയുന്നത് low temperatureലായിരിക്കും മെയിൻലി നടക്കുന്നത്. Optimum temperature for growth and toxin production of proteolytic strain, അതായത് proteolytic strains-ന് വേണ്ടുന്ന, proteolytic strain എന്ന് പറയുന്നത് ഏതാണ്? Clostridium botulinumത്തിന്റെ കേസിൽ proteolytic strain എന്ന് പറയുന്നത് type A ആണ്. സോ ടൈപ്പ് എയുടെ ഒക്കെ കേസസിൽ അതിന് വേണ്ടുന്ന ടെമ്പറേച്ചർ, ഗ്രോത്തിനും ടോക്സിൻ പ്രൊഡക്ഷനും വേണ്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ ഗ്രോത്ത് ആൻഡ് ടോക്സിൻ പ്രൊഡക്ഷൻ ഫോർ നോൺ പ്രോട്ടിയോലിറ്റിക് സ്ട്രെയിൻസ് ഈസ് 26 to 28 ഡിഗ്രി സെൽഷ്യസ്. ഇനി നോൺ പ്രോട്ടിയോലിറ്റിക് സ്ട്രെയിൻസ് ഉണ്ട്, ലൈക്ക് ടൈപ്പ് ഇ. ടൈപ്പ് എയും ടൈപ്പ് ഇയും ഹ്യൂമൻ ബോട്ടുലിസം കോസ് ചെയ്യുന്നതാണ്. പക്ഷെ ടൈപ്പ് എ എന്ന് പറയുന്നത് എന്താ? പ്രോട്ടിയോലിറ്റിക്കും ടൈപ്പ് ഇ എന്ന് പറയുന്നത് നോൺ പ്രോട്ടിയോലിറ്റിക്കും ആണ്. സോ പ്രോട്ടിയോലിറ്റിക് ആയിട്ടുള്ള സ്ട്രെയിൻസിന് ഗ്രോ ചെയ്യാനും അതുപോലെ ടോക്സിൻ പ്രൊഡക്ഷൻ വേണ്ടുന്ന ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. നോൺ പ്രോട്ടിയോലിറ്റിക് സ്ട്രെയിൻസിന് ഗ്രോത്തിനും ടോക്സിൻ പ്രൊഡക്ഷനും വേണ്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 26 to 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. So next നമ്മൾ ടോക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. The toxin of Clostridium botulinum, a protein that has been purified and crystallized, is so powerful that only a tiny amount is sufficient to cause death. So ഇതിന്റെ ടോക്സിൻ, അതായത് Clostridium botulinum പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ഏതാണ്? ന്യൂറോടോക്സിൻ ആണ്. ഈ ന്യൂറോടോക്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ നേച്ചറിലുള്ള ഒരു ടോക്സിൻ ആണ്. പ്രോട്ടീൻ നേച്ചർ ആണുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടൈനി എമൗണ്ട് മതി ഈവൻ ഡെത്ത് കോസ് ചെയ്യാൻ. കുറച്ച് എമൗണ്ട് നമ്മൾ കൺസ്യൂം ചെയ്താൽ പോലും നമുക്ക് ഈവൻ ഡെത്ത് സംഭവിക്കാം. കാരണം ഇത് മെയിനായിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ പോയി അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് എമൗണ്ട് മതി ഡെത്ത് വരെ സംഭവിക്കാനായിട്ട്. Initially, it is non-toxic protoxin which is activated by trypsin or other proteolytic enzymes. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതെന്താ നോൺ ആക്റ്റീവ് ആയിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടോക്സിന് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ബട്ട് നമ്മുടെ ബോഡിയിലുള്ള എൻസൈംസ്, ട്രിപ്സിനോ മറ്റ് പ്രോട്ടിയോലിറ്റിക് എൻസൈംസോ ഒക്കെ വന്നിട്ട് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ ടോക്സിൻസ് നോൺ ടോക്സിക്കിൽ നിന്ന് ടോക്സിക് ആയിട്ട് മാറി, അല്ലെങ്കിൽ നോൺ ടോക്സിക് സ്റ്റേജിൽ നിന്ന് ടോക്സിക് സ്റ്റേജിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ട് ഈ ഒരു എഫക്റ്റ് കോസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് a neurotoxin act by blocking the production or release of acetylcholine at the synapse and neuromuscular junction. So നമ്മൾ ന്യൂറോൺസ്, അതായത് നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ന്യൂറോൺ ആണ്. സോ ന്യൂറോണിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ സുവോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ?
ഞാൻ ജസ്റ്റ് ഒരു ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. സോ ഇത് ന്യൂറോണിൻ്റെ ജസ്റ്റ് ഒരു സ്ട്രക്ചർ കാണിച്ചിരിക്കുകയാണ്. ഈ ന്യൂറോൺസ് എന്താ സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്ന ഈ ഒരു ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിൽ കൂടിയാണ്. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിൽ കൂടിയാണ് സിഗ്നൽസ് ഒക്കെ റിസീവ് ചെയ്യുന്നത്. അതിനുശേഷം ഇതെന്താ സെൽ ബോഡിയിൽ എത്തുന്നു. ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്. ഈ സെൽ ബോഡിയിൽ നിന്ന് ഈ ഒരു സ്ട്രക്ചറാണ് ആക്സോൺ. ആക്സോണിൽ കൂടി പാസ് ചെയ്തിട്ട് ഫൈനലി എന്താ ഈ ഒരു സിനാപ്റ്റിക് നോബിൽ എത്തുന്നു. സിനാപ്റ്റിക് നോബിൽ നിന്ന് അടുത്തത് ഇതുപോലെ തന്നെ ഇവിടുന്ന് വീണ്ടും അടുത്ത ഈ സംഭവം ഇങ്ങനെ അടുത്തൊരു ന്യൂറോൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അടുത്ത ന്യൂറോണും ഇതും തമ്മിലുള്ള ഈ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. സോ ഈ സിനാപ്റ്റിക് നോബ് ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ സിനാപ്സിലോട്ടായിരിക്കും മെയിൻലി അല്ലെങ്കിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻസിലോട്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയർ നടന്നാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ റിഫ്ലക്സ് ആക്ഷൻസ് നടക്കത്തുള്ളൂ. ഇനി എന്താണ് റിഫ്ലക്സ് ആക്ഷൻ? പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഒരു മുള്ളു കൊണ്ടു. അപ്പോൾ മുള്ളു കൊള്ളുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് കൈ വിഡ്രോ ചെയ്യും അല്ലെങ്കിൽ ഹാൻഡ് വിഡ്രോ ചെയ്യുന്നു. ആ വിഡ്രോ ചെയ്യണം എന്ന് നമുക്ക് തോന്നാനുള്ള കാരണം എന്താ? മുള്ളു കൊള്ളുമ്പോൾ തന്നെ ആ സിഗ്നൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെത്തി. നെർവസ് സിസ്റ്റത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഈ സിഗ്നൽസ് ഇങ്ങനെ പാസ് ചെയ്ത് പോയി കഴിയുമ്പം അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സിനാപ്റ്റിക് നോബിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ റിലീസ് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻസിൻ്റെയൊക്കെ റിസൾട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ പെട്ടെന്ന് കൈ വിഡ്രോ ചെയ്യുന്നത്. സോ അങ്ങനത്തെ റിഫ്ലക്സ് ആക്ഷൻസ് ഒക്കെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ ഒരു പോയിന്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സോ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനും ഒരു ന്യൂറോടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ബ്ലോക്ക് ദ പ്രൊഡക്ഷൻ ആൻഡ് റിലീസ് ഓഫ് അസറ്റൈൽ കോളൈൻ അറ്റ് സിനാപ്സ് ആൻഡ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. അപ്പം ഈ ഒരു ന്യൂറോടോക്സിൻസിൻ്റെ പ്രൊഡക്ഷൻ വന്നു കഴിയുമ്പം നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഈ ഒരു റിഫ്ലക്സ് ആക്ഷനെ അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബ്രെയിനിൽ ഈ സിനാപ്റ്റിക് നോബിൻ്റെ അവിടെ നിന്നൊക്കെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് സംഭവിക്കുന്നുണ്ട് ഈ ഒരു ആക്ഷൻ്റെ ടൈമിൽ. ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഈ അസറ്റൈൽ കോളൈൻ പറയുന്നത്. സോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള അസറ്റൈൽ കോളൈൻ, ഡോപ്പാമൈൻ ഇതെല്ലാം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിളാണ്. മെയിൻലി നമ്മൾ അസറ്റൈൽ കോളൈൻ ആണ് പഠിക്കുന്നത്. സോ ഈ അസറ്റൈൽ കോളൈൻ്റെ റിലീസിനെയൊക്കെ അത് പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ അസറ്റൈൽ കോളൈൻ മെയിൻലി റിലീസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ജംഗ്ഷൻ അല്ലെങ്കിൽ സിനാപ്സിലോട്ടായിരിക്കും. അതിൻ്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഫർദർ അവിടോട്ടുള്ള സിഗ്നൽസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല, സിഗ്നൽസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കാതാവുന്നു. അതാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ ന്യൂറോടോക്സിൻ ആക്ട് ബൈ ബ്ലോക്കിംഗ് ദി പ്രൊഡക്ഷൻ ഓർ റിലീസ് ഓഫ് അസറ്റൈൽ കോളൈൻ അറ്റ് ദ സിനാപ്സ് ആൻഡ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. നമ്മുടെ സിനാപ്സിലോട്ട് അല്ലെങ്കിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻസിലോട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഒക്കെ റിലീസിനെ ഈ ഒരു ന്യൂറോടോക്സിൻ പോയി ഇൻഹിബിറ്റ് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. So it is absorbed mostly in the small intestine and paralyzes the involuntary muscles of the body. അങ്ങനെ ഇതിൻ്റെ റിസൾട്ട് ആയിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ മുള്ളുകൊണ്ട് അപ്പോൾ നമ്മൾ ഒരു ന്യൂറോടോക്സിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുള്ള ഒരാളുടെ കയ്യിൽ മുള്ളുകൊണ്ടു, ആ ആൾക്ക് മുള്ളുകൊണ്ടാലും ആൾ പെട്ടെന്ന് കൈ വിഡ്രോ ചെയ്യുന്നില്ല. കാരണം എന്താ? വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സിഗ്നൽസ് എവിടെ നമ്മുടെ തലച്ചോറിലെത്തിയിട്ട് പ്രോപ്പറായിട്ട് അതിന് പ്രോസസ്സിങ് നടക്കണം, അതിന് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഒക്കെ റിലീസ് നടക്കണം. പക്ഷേ ഈ ന്യൂറോടോക്സിൻ നമ്മുടെ ബോഡിയിലുള്ളത് കൊണ്ട് തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിലീസ് നടക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ സിഗ്നൽസ് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ ഇൻവോളണ്ടറി മസിൽസിനൊക്കെ എന്താ പാരലൈസിസ് വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. In the laboratory, heat treatment of 5 to 6 minutes at 18 degrees Celsius will inactivate type A toxins, while 15 minutes at 19 degrees Celsius will inactivate type B toxins. So, ലാബിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ടോക്സിൻസ്, അതായത് ടോക്സിൻസ് തന്നെ ടൈപ്പ് എ ഉണ്ട്, ടൈപ്പ് ബി ഉണ്ട്, സി, ഡി, ഇ, എഫ്, ജി, അങ്ങനെ അത്രയും ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ടൈപ്പ് എ ടോക്സിൻസിനെ ഇനാക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു 5 to 6 മിനിറ്റ് അതിന് ട്രീറ്റ് ചെയ്താൽ, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ടൈപ്പ് എയെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാം. എന്നാൽ ടൈപ്പ് ബിയെ ഡിസ്ട്രോയ് ചെയ്യാൻ ഒരു 19 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് നമ്മൾ ഹീറ്റ് ചെയ്താൽ ടൈപ്പ് ബിയെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും.
The growth of Clostridium botulinum in some food result in such a foul rancid odor that they would be rejected. ഇനി Clostridium botulinum ചില ഫുഡ് ഐറ്റംസിൽ വളരുവാണെങ്കിൽ അതിനകത്ത് റാൻസിഡ് ആയിട്ടുള്ള ഒരു ഫൗൾ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യില്ല. അതെല്ലാം എന്താ സ്പോയിൽഡ് ഫുഡായിട്ടാണ് നമ്മൾ പറയുന്നത്. സോ അതിനെ റിജക്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. Meat and proteinaceous low acid vegetables develop an especially obnoxious odor. പ്രത്യേകിച്ചും ഈ ഒരു ഫൗൾ സ്മെല്ലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മീറ്റ് പ്രൊഡക്ട്സും പ്രോട്ടീനേഷ്യസ് അല്ലെങ്കിൽ ലോ ആസിഡ് വെജിറ്റബിൾസ് ഒക്കെയാണ് ഇങ്ങനെ ഒരു ഒബ്നീഷ്യസ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് നമ്മൾ റിജക്റ്റ് ചെയ്യണം, അത് കൺസ്യൂം ചെയ്യാൻ പാടില്ല. Then heat resistance of the spores. അടുത്തതായിട്ട് ഈ സ്പോർസിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. Compared with the spores of most other Clostridium species, those of some of the putrefactive anaerobes including Clostridium botulinum have comparatively high resistance to heat. അപ്പം ഇതിനുള്ള സ്പോർസ് എന്ന് പറയുന്നത്, അതായത് Clostridium botulinumത്തിലെ സ്പോർസ് എന്ന് പറയുന്നത് സബ് ടെർമിനൽ സ്പോർസ് ആണ്. ഈ സ്പോർസ് എന്ന് പറയുന്ന ഹീറ്റിനോട് ഹൈ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. The heat treatment necessary to destroy all spores in a food depend on the kind of the food, the type of the kind of the food, the type and strain of Clostridium botulinum, the medium in which the spores were formed, the temperature at which they are produced, the age of the spores and the number of the spores present. സോ ഒരു ഫുഡിലുള്ള സ്പോർസ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഫുഡിലുള്ള മൈക്രോബിയൽ സ്പോർസ് ഡിസ്ട്രോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചില ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തൊക്കെയാണ്? ഒന്ന്, ആ ഒരു ഫുഡ് ഏത് തരത്തിലുള്ളതാണ്, അതായത് ഫുഡിൻ്റെ നേച്ചറിനെ ബേസ് ചെയ്തിരിക്കും. രണ്ടാമത്തേത് അതിലുള്ള സ്ട്രെയിൻ ഏതാണ്, ഏത് ഓർഗാനിസം ആണ് എന്നതിനെ ബേസ് ചെയ്തിരിക്കും. ദെൻ ഏത് മീഡിയത്തിൽ വെച്ചിട്ടാണ് ആ ഓർഗാനിസം സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തത്, അതിനെ പ്രോസസ്സ് ചെയ്തപ്പോൾ ഉള്ള ടെമ്പറേച്ചർ, അതേപോലെ തന്നെ സ്പോർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് എത്ര കാലമായി, അതായത് ഏജ് ഓഫ് ദി സ്പോർസ്, നമ്പർ ഓഫ് ദി സ്പോർസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഫുഡ് ഐറ്റംസിലുള്ള ഹീറ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റംസിലുള്ള സ്പോർസിനെ ഫുള്ള് കില്ല് ചെയ്യാൻ വേണ്ട ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും? ഒന്ന്, അതിലുള്ള ഓർഗാനിസംസിൻ്റെ ടൈപ്പിനെ ബേസ് ചെയ്തിരിക്കും, അതുപോലെ തന്നെ ഫുഡിൻ്റെ നേച്ചറിനെ ബേസ് ചെയ്തിരിക്കും. ദെൻ ഏത് സ്ട്രെയിൻസ് ഓഫ് ഓർഗാനിസംസ് ആണ്, ഫുഡിൻ്റെ നേച്ചർ, അതുപോലെ തന്നെ സ്പോർസിൻ്റെ ഏജ്, സ്പോർസിൻ്റെ നമ്പർ, ദെൻ അത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് മെയിൻലി അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ദെൻ Clostridium botulinum ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് അടുത്തായിട്ട് നോക്കുന്നത്. Clostridium botulinum included food: inadequately processed home canned food, string bean, asparagus, sweet corn, spinach, etc. Low and medium acid canned food are most incriminated. So Clostridium botulinum included ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ inadequately processed home canned food. Normally canned food എന്ന് വെച്ചാൽ എന്താ, ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് എനറോബിക് കണ്ടീഷനിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഫുഡ് ഐറ്റംസിനെയാണ് നമ്മൾ ക്യാൻഡ് ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. കൊമേഴ്സ്യലി നമ്മൾ ലാർജ് സ്കെയിലായിട്ടൊക്കെ ഇൻഡസ്ട്രി വൈസ് ചെയ്യുമ്പോൾ അത് ഹൈ ടെമ്പറേച്ചറിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഹോമിൽ ചെയ്യുമ്പോൾ, ഹോമിൽ ക്യാനിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടെമ്പറേച്ചർ കൊടുക്കുന്നില്ല. സോ അവിടെ Clostridium botulinum സർവൈവ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടുലിസം കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് മെയിൻ ആയിട്ടും എക്സാമ്പിൾ പറയുന്ന സ്ട്രിങ് ബീൻസ്, അസ്പാജസ്, സ്വീറ്റ് കോൺ, സ്പിനാച്ച് ഒക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ലോ ആൻഡ് മീഡിയം ആസിഡ് ക്യാൻഡ് ഫുഡ് നമ്മൾ യൂസ് ചെയ്യരുത്, അത് എന്താ റിജക്റ്റ് ചെയ്യണം. Clostridium botulinum will survive long storage period in raw and pre-cooked frozen food and can grow and produce toxins if the food are held long enough at a high enough temperature after thawing. So Clostridium botulinum എന്ന് പറയുന്നത് ലോങ് സ്റ്റോറേജ് പീരീഡിൽ, അതായത് റോ ആയിട്ട് പച്ചയായിട്ടുള്ളത് അല്ലെങ്കിൽ കുക്ക് ചെയ്തതിന് മുമ്പായിട്ടുള്ള ഫ്രോസൺ ഫുഡിലൊക്കെ Clostridium botulinum കുറേ ടൈമിൽ സർവൈവ് ചെയ്യും. ആൻഡ് ഗ്രോ ആൻഡ് പ്രൊഡ്യൂസ് ടോക്സിൻസ്, അതേപോലെ തന്നെ അവിടെ സർവൈവ് ചെയ്തിട്ട് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ദെൻ ഇനി ഇതിൻ്റെ ഡിസീസസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് Clostridium botulinum കോസ് ചെയ്യുന്ന ഡിസീസ്, അത് ഏത് ഡിസീസാണ്? ബോട്ടുലിസം ആണ് Clostridium botulinum കോസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ഫുഡ് ഇൻടോക്സിക്കേഷൻ. സോ ബോട്ടുലിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഇൻക്യുബേഷൻ പീരീഡ് 12 to 36 hours ആണ്. സോ എന്താണ് ഇൻക്യുബേഷൻ പീരീഡ്? നമ്മൾ ഫുഡ് കഴിച്ചു, ഫുഡിൽ കൂടി ആ ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ എത്തിയിട്ട്
ഫസ്റ്റ് സെറ്റ് ഓഫ് സിംറ്റംസ് കാണിക്കാൻ എടുത്ത ടൈം, അതായത് നമ്മുടെ ബോഡിയിൽ ഒരു ഓർഗാനിസംസ് എത്തിയതിന് ശേഷം അത് ഡിസീസ് ഡെവലപ്പ് ചെയ്യുമല്ലോ. സോ ഫസ്റ്റ് സെറ്റ് ഓഫ് സിംറ്റംസ് കാണിക്കാൻ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സോ ബോട്ടുലിസത്തിൻ്റെ കേസസിൽ ദ ക്ലോസ്ട്രീഡിയം ബോട്ടുലിസത്തിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 12 to 36 hours ആണ് വരുന്നത്. ദെൻ ആദ്യത്തെ സ്റ്റേജിൽ, ഫസ്റ്റ് സ്റ്റേജിൽ അത് കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസ്, അതായത് നമുക്ക് ദഹനത്തിനൊക്കെ ഒരു ഡിസ്കംഫോർട്ട് തോന്നാം. ദെൻ നോസിയ, വോമിറ്റിങ്, അതുപോലെ ഡയേറിയ, ഫാറ്റിക്, ഡിസിനസ്, ഹെഡേക്ക്, തലവേദന, അതുപോലെ ഛർദിൽ, തലകറക്കം, ഫാറ്റിക്, ക്ഷീണം, ഡയറി, ഇതൊക്കെയാണ് ആദ്യം വരുന്ന ഫസ്റ്റ് സെറ്റ് ഓഫ് സിംറ്റംസ്. അതാണ് ഏർലി സിംറ്റംസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിറ്റുവേഷൻസ് വഷളായി കഴിയുമ്പം കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻസ്, വയറിളക്കം വരാം, ഡബിൾ വിഷൻ, ഒരേ കാര്യം തന്നെ നമ്മൾ രണ്ടായിട്ട് കാണുന്നു. ദെൻ ഡിഫിക്കൽട്ടി ഇൻ സ്വാളോവിങ്, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, വായിൽ, അതായത് വായിലെ വെള്ളം എല്ലാം പറ്റി ഡ്രൈ ആവുന്ന ഒരു സ്റ്റേജ്, കൺസ്ട്രക്ഷൻ ഓഫ് ത്രോട്ട്, നമ്മുടെ ത്രോട്ടിൽ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം, സ്വോളൻ ടങ്ക്, ഇൻവോളണ്ടറി മസിൽസ് ബിക്കെയിം പാരലൈസ്ഡ്. ഇൻവോളണ്ടറി മസിൽ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മസിൽസ് ലൈക്ക് ഹാർട്ട് മസിൽസ്, അതൊക്കെ ഇൻവോളണ്ടറി മസിൽസ് ആണ്. അങ്ങനത്തെ ഇൻവോളണ്ടറി മസിൽസ് ഒക്കെ പാരലൈസ് ആവുന്നുണ്ട്. അതിനുശേഷം ഈ പാരലൈസ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം അതുപോലെ ഹാർട്ടിലൊക്കെ സ്പ്രെഡായിട്ട് ഫൈനലി റെസ്പിറേറ്ററി ഫെയിലിയർ ഒക്കെ വന്നിട്ട് ഡെത്ത് വരെ സംഭവിക്കാം. ഇതാണ് ഈ ഒരു ഡിസീസിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. സോ ആ ഒരു ഡിസീസിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഇൻക്യുബേഷൻ ടൈം ആണ് ഫസ്റ്റ് പറയുന്നത്. 12 to 36 hours ആണ് അതിൻ്റെ ഇൻക്യുബേഷൻ ടൈം വരുന്നത്. ഏർലി സിംറ്റംസ് എന്ന് പറയുന്നത് അക്യൂട്ട് ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസ്, നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ, ഫാറ്റിക്, ഡിസിനസ്, ഹെഡേക്ക്. ലേറ്റർ സിംറ്റംസ് എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ, ഡബിൾ വിഷൻ, ഡിഫിക്കൽട്ടി ഇൻ സ്വാളോവിങ് ആൻഡ് സ്പീക്കിംഗ്, ഡ്രൈനെസ് ഓഫ് മൗത്ത്, കൺസ്ട്രക്ഷൻ ഓഫ് ത്രോട്ട്, സ്വോളൻ ടങ്ക്, ഇൻവോളണ്ടറി മസിൽസ് ബിക്കെയിം പാരലൈസ്ഡ്, paralysis spread to respiratory system, heart, death usually result from respiratory failure. Then death സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനത്തിൻ്റെ ന്യൂറോടോക്സിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്തിട്ട് വിത്തിൻ 3 to 6 days നമുക്ക് എന്താ ഡെത്ത് സംഭവിക്കാം. ദെൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുന്നതെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻറ്റിടോക്സിൻസ്, അതായത് ഈ ന്യൂറോടോക്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിടോക്സിൻസ് എടുത്താൽ മതി. ബട്ട് അത് അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ല, അതുകൊണ്ടാണ് ഇത് അൺസക്സസ്ഫുൾ എന്ന് കാണിച്ചിരിക്കുന്നത്. ദെൻ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻസ് കൊടുക്കാം, അതുപോലെ പേഷ്യൻസിനെ നല്ല ക്വയറ്റായിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് മാറ്റുക. ദെൻ ഫ്ലൂയിഡ് ബാലൻസ്, ബോഡിയിലെ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് വരുന്നത്. ദെൻ കണ്ടീഷൻ നെസസറി ഫോർ ഔട്ട്ബ്രേക്ക്. ഇനി ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം മൂലം ഉണ്ടാകുന്ന ബോട്ടുലിസം സ്പ്രെഡ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ പ്രസൻസ് ഓഫ് സ്പോർസ് ഓഫ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ടൈപ്പ് എ. The presence of spores of Clostridium botulinum of type A, B and E in the food being canned, അതായത് ക്യാൻഡ് ഫുഡിൽ ടൈപ്പ് എയോ ബിയോ ഇയോ സ്പോർസ് പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് കോസ് ചെയ്യും? ആ സ്പോർസ് അവിടുന്ന് ജെർമിനേറ്റ് ചെയ്തിട്ട് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമായിട്ട് ടോക്സിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ദ പ്രസൻസ് ഓഫ് സ്പോർസ് ഓഫ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ടൈപ്പ് എയിലോ ബിയിലോ ഇയിലോ വരുന്നിട്ടുള്ള ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ക്യാൻഡ് ഫുഡിൽ പ്രസൻറ്റ്, അതിൻ്റെ സ്പോർസ് ക്യാൻഡ് ഫുഡിൽ പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ബോട്ടുലിസം കോസ് ചെയ്യുന്നുണ്ട്. എ ഫുഡ് ഇൻ വിച്ച് സ്പോർസ് ക്യാൻ ജെർമിനേറ്റ് ആൻഡ് ദ ക്ലോസ്ട്രീഡിയം ക്യാൻ ഗ്രോ ആൻഡ് പ്രൊഡ്യൂസ് ടോക്സിൻസ്. അതേപോലെ തന്നെ ഈ ചില ഫുഡ് ഐറ്റംസിൽ ഇതിൻ്റെ സ്പോർസ് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ജെർമിനേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് തന്നെ ഇത് ഗ്രോ ചെയ്തിട്ട് ടോക്സിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കൺസ്യൂം ചെയ്താൽ നമുക്ക് എന്ത് വരാം? ബോട്ടുലിസം വരാം. Then survival of the spores of organisms, example, because of inadequate heating in canning or inadequate processing. Yeah. Then ചില നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാലും ഇന്നാഡിക്വേറ്റ് ഹീറ്റിംഗ് മൂലം അങ്ങനെ പ്രോസസ്സിങ്ങിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു തകരാറ് മൂലം ഓർഗാനിസംസിൻ്റെ സ്പോർസ് സർവൈവ് ചെയ്യുന്ന മൂലം ആ ഒരു ഫുഡ് ഐറ്റംസിൽ ഇതിൻ്റെ സ്പോർസ് സർവൈവ് ചെയ്യുന്ന മൂലം ബോട്ടുലിസം വരാം. Then environmental condition after processing that will permit germination of spores and growth and toxin production.
എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ആഫ്റ്റർ ദി പ്രോസസ്സിങ്, അതായത് നമ്മളൊരു ഫുഡിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസും ഈ ഒരു ഓർഗാനിസംസിൻ്റെ സ്പോർ ജെർമിനേഷനെയും ഗ്രോത്തിനെയും ടോക്സിൻ പ്രൊഡക്ഷനെയൊക്കെ ഫേവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ബോട്ടിലിസത്തിന് കാരണമാകുന്നു. ഇൻസഫിഷ്യൻറ്റ് കുക്കിംഗ് ഓഫ് ദി ഫുഡ് ടു ഇനാക്ടിവേറ്റ് ദി ടോക്സിൻസ്, അതായത് ടോക്സിൻസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള കുക്കിംഗ്, ഇൻസഫിഷ്യൻറ്റ് കുക്കിംഗ് എന്ന് പറയുന്നത് നന്നായിട്ട് പ്രോപ്പർലി കുക്ക് ചെയ്തില്ലെങ്കിൽ ഇതെന്താ അതിൻ്റെ സ്പോർസ് അവിടെ സർവൈവ് ചെയ്യും. കാരണം ക്ലോസ്ട്രീഡിയം ബോട്ടിലിനത്തിൻ്റെ സ്പോർസ് എന്ന് പറയുന്നത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പോർസ് ആണ്. ആൻഡ് ഇഞ്ചക്ഷൻ ഓഫ് ടോക്സിൻ ബിയറിംഗ് ഫുഡ്, അതുപോലെ ടോക്സിൻ ബിയറിംഗ് ആയിട്ടുള്ള ഫുഡൊക്കെ ഇൻജസ്റ്റ് ചെയ്യുന്ന വഴിയും എന്താ ഈ ഒരു ബോട്ടിലിസം സംഭവിക്കാന്നാണ് പറഞ്ഞത്. ദെൻ പ്രിവെൻഷൻ ഓഫ് ഔട്ട് ബ്രേക്ക്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബോട്ടിലിസം ഔട്ട് ബ്രേക്ക് സംഭവിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി എങ്ങനെയൊക്കെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാം, ബോട്ടിലിസത്തിനെ എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. യൂസ് ഓഫ് അപ്രൂവ്ഡ് ഹീറ്റ് പ്രോസസ്സസ് ഫോർ ക്യാൻഡ് ഫുഡ്, അതായത് ക്യാനിങ്ങിൽ നമുക്കൊരു നിശ്ചിത ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ ആ ഒരു ഫുഡ് ഐറ്റംസിനെ പ്രോസസ്സ് ചെയ്യുക. റിജക്ഷൻ ഓഫ് ഓൾ ഗ്യാസ് സോളൻ ഓർ അതർവൈസ് സ്പോയിൽഡ് ക്യാൻഡ് ഫുഡ്, അതായത് സോളൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പോയിൽഡ് ആയിട്ടുള്ള ക്യാൻഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ക്യാനിലായിരിക്കുമല്ലോ. സോ അതിന് സ്പോയിലേജ് സംഭവിക്കുകയാണെങ്കിൽ ആ ക്യാൻ ജസ്റ്റ് സോളൻ അതൊന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ സ്പോയിൽഡ് ആയിട്ടുള്ള ക്യാൻഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ എപ്പോഴും റിജക്റ്റ് ചെയ്യണം. റിഫ്യൂസൽ ഈവൻ ടു ടേസ്റ്റ് എ ഡൗട്ട്ഫുൾ ഫുഡ്, ദെൻ ആ ഫുഡിൻ്റെ ടേസ്റ്റിലൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുകയാണെങ്കിൽ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, റിജക്റ്റ് ചെയ്യണം. അവോയ്ഡൻസ് ഓഫ് ഫുഡ് ദാറ്റ് ഹാവ് ബീൻ കുക്ക്ഡ് ഹെൽഡ് ആൻഡ് നോട്ട് വെൽ റീഹീറ്റഡ്, ഒരു ഫുഡ് കുക്ക് ചെയ്തിട്ട് കുറേ നേരം നമ്മൾ അല്ലാണ്ട് പുറത്ത് വെച്ചിട്ട് അതേപോലെ എടുത്ത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് തന്നെ സ്പോർസിന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൺസ്യൂം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രോപ്പർലി റീഹീറ്റ് ചെയ്യണം. റീഹീറ്റ് ചെയ്യാത്ത ഫുഡെല്ലാം അവോയ്ഡ് ചെയ്യുക. ബോയിലിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫുഡ് ഫോർ അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്, അപ്പം ഈ ബോട്ടിലിസം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഫുഡ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ ഒരു മിനിമം എങ്കിലും 15 മിനിറ്റ് എങ്കിലും നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫുഡ് കൺസ്യൂം ചെയ്യാം. മിനിമം 15 മിനിറ്റ് ആണ് പറയുന്നത്. Then good sanitation may be maintained throughout the production and handling. അപ്പോൾ ഒരു ഫുഡിൻ്റെ കേസസിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ടു ഹാൻഡ്ലിങ് ആൻഡ് ഫൈനൽ നമുക്കത് കിട്ടുന്ന ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ നന്നായിട്ട് പ്രോപ്പർ സാനിറ്റൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഹൈലി ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. During smoking or thereafter, the fish be heated to at least 82 degrees Celsius for 30 minutes in the coldest part. അപ്പോൾ സ്മോക്കിങ്ങിൻ്റെ ഒക്കെ ടൈമിലാണെങ്കിൽ ഫിഷൊക്കെ നമ്മൾ കുറച്ച് ഷെൽഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ കുറച്ച് നാളോട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ സ്മോക്കിങ് ചെയ്യാറുണ്ട്. സോ ഡ്യൂറിങ് സ്മോക്കിംഗ് or thereafter, the fish be heated to at least 82 degrees Celsius for 30 minutes in the coldest part. അപ്പം സ്മോക്ക്ഡ് ഫിഷ് ആണെങ്കിൽ ഈ ഫിഷ് ആ ഒരു പ്രോസസ്സിങ്ങിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 82 degrees Celsius 30 മിനിറ്റ് എങ്കിലും ഹീറ്റ് ചെയ്തിരിക്കണം. The fish be frozen immediately after packaging and kept frozen. അതേപോലെ തന്നെ ഫിഷ് നമ്മൾ പാക്കേജിങ് ഒക്കെ കഴിഞ്ഞിട്ട് The fish be frozen immediately after packaging and kept. അതായത് ഫിഷ് നമ്മൾ പെട്ടെന്ന് തന്നെ പാക്കഡ് ആയിട്ടുള്ളൊരു ഫിഷിനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രോസൺ ചെയ്യണം, അല്ലാണ്ട് പുറത്ത് വെറുതെ വെക്കാൻ പാടില്ല. ഫ്രോസൺ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഫിഷ് പോലത്തെ അതായത് ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ ലേബൽ അല്ലെങ്കിൽ ആ പാക്കേജിന് പുറത്തായിട്ട് നമ്മൾ ഈ ഒരു ലേബൽ ഒട്ടിക്കണം. പെരിഷബിൾ, കീപ് ഫ്രോസൺ, അതായത് പുറത്ത് വെച്ചാൽ അത് വേഗം ചീത്തയാകും, അതുകൊണ്ട് ഫ്രോസൺ കണ്ടീഷനിൽ യൂസ് ചെയ്യുക. ഈ ഒരു ലേബൽ ആ ഒരു ഫുഡ് ഐറ്റംസിന് പുറത്ത് Then next നമ്മൾ നോക്കുന്നത് എന്താണ് ഇൻഫൻറ്റ് ബോട്ടിലിസം. ബോട്ടിലിസം തന്നെ നമുക്ക് പല ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് വൂണ്ട് ബോട്ടിലിസം മീൻസ് ഇത് കോസ് ചെയ്യുന്ന ആരാണ്, ക്ലോസ്ട്രീഡിയം ബോട്ടിലിനുമാണ്, ഒരു സാപ്രോഫൈറ്റ് ആണ്. സോ അത് നമ്മൾ പറഞ്ഞ സോയിൽസിലൊക്കെയാണ് കാണപ്പെടുന്നത്. സോ വൂണ്ട് വഴി എന്തെങ്കിലും വരുന്നൊരു ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിനെയാണ് വൂണ്ട് ബോട്ടിലിസം എന്ന് പറയുന്നത്. അത് കൂടാണ്ട് നമുക്ക് ഇൻഫൻറ്റ് ബോട്ടിലിസം ഉണ്ട്. ഇൻഫൻറ്റ് ബോട്ടിലിസം എന്ന് പറഞ്ഞാൽ ടേമിൽ തന്നെയുണ്ട്. ഇൻഫൻസിൽ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ബോട്ടിലിസത്തിനാണ് ഇൻഫൻറ്റ് ബോട്ടിലിസം എന്ന് പറയുന്നത്. സോ ഇൻഫൻറ്റ് ബോട്ടിലിസം ഈസ് റെയർ ബട്ട് സീരിയസ് ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ കണ്ടീഷൻ കോസ്ഡ് ബൈ exposure to Clostridium botulinum spores. Bacteria from these spores can grow, multiply in baby's intestine, producing a dangerous toxin. The condition can occur in infants up to 12 months. അപ്പം ഈ ബോട്ടിലിസം, ഇൻഫൻറ്റ് ബോട്ടിലിസം മെയിനേ വരുന്നത്
12 month ഓഫ് ഏജ് അത്രയും ഉള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങളിലായിരിക്കും മെയിനായിട്ടും ഈ ഒരു ഇൻഫൻറ്റ് ബോട്ടിലിസം വരുന്നത്. ഇൻഫൻറ്റ് ബോട്ടിലിസം റെയർ ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ മെയിൻലി ഹണി ഉണ്ടല്ലോ, തേൻ. ഈ തേൻ എന്ന് പറയുന്നത് 1 year എബോവ് ഏജ് വരുന്ന കുഞ്ഞുങ്ങൾക്കും അഡൽസിനും ഒക്കെ ഒരു ന്യൂട്രീഷ്യസ് ഫുഡായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ 1 year ബിലോ ഏജ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഹണി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ബോട്ടിലിസം വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ബോട്ടിലിസത്തിൻ്റെ ഒരു ഏജൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ കേസിൽ ഹണീനെ പറയാൻ പറ്റും. അപ്പം കുഞ്ഞുങ്ങളിൽ ബോട്ടിലിസം ഉണ്ടാവാനുള്ള ഇതെന്ന് പറയുന്ന കേസ് വളരെ റെയർ ആണ്. ഇനി ഇൻ കേസ് ഉണ്ടാവുകയാണെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ളൊരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ കണ്ടീഷനാണ്. അതായത് സ്പോർസ് കുഞ്ഞുങ്ങളുടെ ഇൻറ്റസ്റ്റൈനിൽ വന്ന് ജെർമിനേറ്റ് ചെയ്തിട്ട് ഈ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദ ടോക്സിൻ ഈസ് അപ്പിയർ ടു ബി റിലീസ്ഡ് ഇൻ വിവോ ഫോളോയിങ് ദ ഗ്രോത്ത് ഓഫ് ഓർഗാനിസംസ് ഇൻ ഇൻറ്റസ്റ്റൈൻസ്. സോ ഇൻറ്റസ്റ്റൈൻസിൽ ഇതിൻ്റെ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ഗ്രോ ചെയ്തതിന് ശേഷം ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഇറ്റ് റിസൾട്ട് ഇൻ എ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇൽനെസ് ഒക്കെ കോസ് ചെയ്യുന്നു. Constipation is often the first sign of infant botulism. So constipation ആണ് infant botulismത്തിന്റെ ഫസ്റ്റ് സൈൻ വരുന്നത്. ക്ലിനിക്കൽ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ നമുക്ക് തളർച്ച, വീക്ക്നെസ് കാണും, ലാക്ക് ഓഫ് സക്കിങ്, മിൽക്ക് സക്കിങ്ങിനൊക്കെ ഒരു ലിമിറ്റേഷൻ, ലാക്ക്. ദെൻ ലോസ് ഓഫ് ഹെഡ് കൺട്രോൾ, ഹെഡിൻ്റെ കൺട്രോൾ ലോസ് ആവുന്നുണ്ട്. ഡിമിനിഷ്ഡ് ഗ്യാജ് റിഫ്ലക്സ്. ഗ്യാജ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഉള്ളിൽ, അതായത് ഫാരിഞ്ചൽ റിഫ്ലക്സ് എന്നൊക്കെ നമ്മൾ മെയിൻലി പറയും. അതായത് നമുക്ക് അകത്തോട്ട് ഫുഡ് അല്ലെങ്കിൽ ഈ ഫോറിൻ സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ, ഫോറിൻ സബ്സ്റ്റൻസിൻ്റെ ഒക്കെ എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചോക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഗ്യാജ് റിഫ്ലക്സിൻ്റെ ഫംഗ്ഷൻ. ആ ഗ്യാജ് റിഫ്ലക്സ് അവിടെ നിന്ന് ഡിമിനിഷ് ആവും. ഇതൊക്കെയാണ് ക്ലിനിക്കൽ സിംറ്റംസ് ഇൻ ഇൻഫൻറ്റ് ബോട്ടിലിസം. ദെൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അവോയ്ഡ് എക്സ്പോഷർ ടു പൊട്ടൻഷ്യലി കണ്ടാമിനേറ്റഡ് സോയിൽ അല്ലെങ്കിൽ ഡസ്റ്റ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിലും വാട്ടറുമായിട്ട് കുഞ്ഞിനൊരു എക്സ്പോഷർ വരാതെ സൂക്ഷിക്കുക. Soil can contain Clostridium botulinum spores which can circulate in air and be inhaled into. അപ്പോൾ സോയിൽസിലെ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനത്തിൻ്റെ സ്പോർസ് ഉണ്ടെങ്കിൽ അത് എയറിൽ സർക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം വഴി നമ്മുടെ ലങ്സിലെത്താം. റെസ്പിറേഷൻ സമയത്ത് ലങ്സിൽ എത്തുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഫുഡ് ഇൻടോക്സിക്കേഷൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. സോ ഫുഡ് ഇൻടോക്സിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്താണ് എന്ന് ആദ്യം പറഞ്ഞു. ആൻഡ് ഫുഡ് ഇൻടോക്സിക്കേഷൻ്റെ എക്സാമ്പിൾസും ആണ് നമ്മൾ പറഞ്ഞത്. ഫുഡ് ഇൻടോക്സിക്കേഷൻ എക്സാമ്പിളിനകത്ത് ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ബോട്ടിലിസം പറഞ്ഞു. ബോട്ടിലിസത്തിൻ്റെ കോസിറ്റീവ് ഏജൻറ്റ് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനമാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ന്യൂറോ ടോക്സിനെയാണെന്ന് പറഞ്ഞു. ആൻഡ് ടോക്സിൻ്റെ സെറോളജിക്കൽ സ്പെസിഫിസിറ്റിയുടെ ബേസിസിൽ 7 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ കൂടുതൽ ടോക്സിക് ടൈപ്പ് എ ആണ്. ടൈപ്പ് എ പ്രോട്ടിയോലിറ്റിക് ആണ്, ടൈപ്പ് ഇയും നോൺ പ്രോട്ടിയോലിറ്റിക് ആണ്. രണ്ടും ഹ്യൂമൻ ബോട്ടിലിസം കോസ് ചെയ്യുന്നുണ്ട്. ദെൻ കോമ്പസിഷൻ ഓഫ് ഫുഡ് പറഞ്ഞു. അപ്പോൾ ഇത് മെയിനായിട്ടും കാണപ്പെടുന്നത് ഹോം ക്യാൻഡ് ഫുഡ് ഐറ്റംസിലായിരിക്കും കാണപ്പെടുന്നത്. പിന്നെ മാൾട്ടോസ് പോലത്തെയൊക്കെ പ്രൊഡക്ട്സ് ഈ ഒരു ടോക്സിൻ്റെ പ്രൊഡക്ഷനെ ഫേവർ ചെയ്യുന്നുണ്ട്. പക്ഷെ സോൾട്ടിൻ്റെയൊക്കെ പ്രസൻസ് ഒരു 8% അതിൽ കൂടുതലോ സോൾട്ട് ഉണ്ടെങ്കിൽ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെയും ടോക്സിൻ പ്രൊഡക്ഷനെയും അത് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. pH എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ന്യൂട്രൽ pHലായിരിക്കും ഈ ഇതിൻ്റെ ടോക്സിൻ പ്രൊഡക്ഷൻ നടക്കുന്നത്. ദെൻ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോട്ടിയോലിറ്റിക് സ്ട്രെയിൻസ് ഗ്രോ ചെയ്യുന്ന 35 ഡിഗ്രി സെൽഷ്യസിനും നോൺ പ്രോട്ടിയോലിറ്റിക് 26 to 28 ഡിഗ്രി സെൽഷ്യസിലുമാണ്. ദെൻ ടോക്സിൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ടോക്സിൻസ് എന്ന് പറയുന്നത് ന്യൂറോ ടോക്സിൻസ് ആണ്. കുറച്ച് എമൗണ്ട് മതി ഡെത്ത് കോസ് ചെയ്യാൻ വരെ കാരണമാകുന്നുണ്ട്. ഈ ന്യൂറോ ടോക്സിൻസ് പോയിട്ട് അസറ്റൈൽ കൊളൈൻ്റെ റിലീസിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇൻവോളണ്ടറി മസിൽസിലൊക്കെ പാരലിസിസ് കോസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൻ്റെ സ്പോർസ് എന്ന് പറയുന്നത് ഹൈലി ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പോർസ് ആണ്. പിന്നെ ഡിസീസസിനെ കുറിച്ച് പറഞ്ഞപ്പം അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 12 to 36 hours ആണെന്ന് പറഞ്ഞു. ആൻഡ് സിംറ്റംസ് നോക്കുക, ഏർലി സിംറ്റംസ് എന്തൊക്കെയാണ്, ലേറ്റസ്റ്റ് സിംറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആൻഡ് ഈ ഒരു ഫുഡ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ന്യൂറോടോക്സിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്താൽ വിത്തിൻ 3 to 6 days ഡെത്ത് സംഭവിക്കാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് സംഭവിക്കുന്നത്, അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അഡീഷണൽ പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ഇൻഫൻറ്റ് ബോട്ടിലിസം ആണ്. അത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇൽനെസ് ഓഫ് ദി
നിയോനേറ്റ്സ് ആണ്. നിയോനേറ്റ്സിൽ സംഭവിക്കുന്ന ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഇൽനെസ് ആണ് മെയിൻലി സോയിൽസ്, കണ്ടാമിനേറ്റഡ് സോയിൽസും ഒക്കെ ആയിട്ട് എക്സ്പോഷറിലൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഹണി നമ്മൾ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് വരാം. കുഞ്ഞുങ്ങൾ 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് തേൻ കൊടുത്താലും ഈ ഇൻഫൻറ്റ് ബോട്ടുലിസം വരാം. ഇതുകൂടാണ്ട് പിന്നുള്ള ഒരു ബോട്ടുലിസം എന്ന് പറയുന്നത് വൂണ്ട് ബോട്ടുലിസം ആണ്. അത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ആ മുറിവിൽ കൂടി ഓർഗാനിസംസ് എൻറ്റർ ചെയ്തിട്ട് വൂണ്ട് ബോട്ടുലിസം കോസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ വരുന്നത്. അതായത് ഇൻടോക്സിക്കേഷൻ, ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് ബോട്ടുലിസം. ഇനി ഇൻടോക്സിക്കേഷന് ഒരു എക്സാമ്പിളും കൂടിയാണ് ഉള്ളത്. അത് നമ്മുടെ സ്റ്റഫൈലോകോക്കൽ ഇൻടോക്സിക്കേഷൻ ആണ് വരുന്നത്.